വാട്സപ്പ് ഡയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ എന്നല്ല, എന്നാലും ചെറുതായിട്ട് സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ ഈ ഫാഷൻ വീഡിയോസ് ക്ലിപ്പ് നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓടിയല്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും, അങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു LO-R34 എല്ലാവരും ഇത് നിസാൻ്റെ സ്കൈലൈൻ GTR R33 ആണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫസ്റ്റ് മൂവിയിൽ ലിയോൺ എന്ന കഥാപാത്രം ഓടിക്കുന്ന കാർ. ഈ കാറിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഹോട്ട് വീൽസിൽ ഈ കാർ ഇറങ്ങിയിരിക്കും, സിൽവർ സീരീസിലും പ്രീമിയം ലൈനിലും. പ്രീമിയം ലൈനിലും അങ്ങനെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. സിൽവർ സീരീസിൽ ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലേ സിൽവർ സീരീസ് കാർഡ്. അപ്പോൾ ഈ സിൽവർ സീരീസ് കാർഡ് കാണിച്ചത് നിങ്ങൾക്ക് നമ്മൾ ഈ eBay പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. നമ്മൾ ഈ ഇന്ത്യയിലല്ലാത്ത സാധനങ്ങൾ നമുക്ക് UK, USA, മലേഷ്യ അങ്ങനത്തെ സ്ഥലത്ത് ഡോളർ വൈസിൽ നമുക്ക് പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റിയൊരു സൈറ്റാണ് eBay. അപ്പോൾ eBayയിൽ നോക്കി നോക്കുമ്പോൾ ഈ കാർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ കാർഡ് ഒരു സ്കൈലൈൻ GTR കളക്ഷനും ആണെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ ഹോട്ട് വീൽസ് ഞാൻ പറഞ്ഞത് ഇതാണ്. ഹോട്ട് വീൽസ് ടൈപ്പ് ഓഫ് ടോയ് കാറാണ്, കണക്റ്റബിൾ ടോയ് കാർ എന്ന് പറയാം. ഈ ടോയ് കാറിൻ്റെ പ്രത്യേകത എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ ഈ ടോയ് കാർ ഒരു രസമാണ്, കളക്ട് ചെയ്തെടുത്തേക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ടോയ് കാറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെറുപ്പത്തിൽ 21 വയസ്സായി, 20 വയസ്സിന് ഏകദേശം ചെറുപ്പത്തിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒന്നും ഇല്ല, ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങി, ഇത് ട്രെൻഡിങ് ആയി തുടങ്ങി നോക്കുമ്പോൾ ഇതിനോടൊരു ആഗ്രഹം തോന്നി, മേടിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ഫെരാരി, അതുപോലെ തന്നെ ഓൾസോ കൂൾക്കോമ്പി, BMW വാഗൺ, അതുപോലെ തന്നെ സുബാറു, പോർഷെ റാലി എഡിഷനാണ്. ഇത് ട്രഷർ ഹണ്ട് പോർഷയാണ്, സാധാ പോർഷ അല്ല, ട്രഷർ ഹണ്ടാണ്. തോന്നുന്നു കൂടി പൈസ കൂടും. നമുക്ക് MRP 179 റുപ്യ വരുള്ളൂ. പിന്നെ ഈ കാണിച്ച 80 ആനിവേഴ്സറി പ്രമാണിച്ച് ഇറക്കിയിട്ടുള്ള കൂൾക്കോമ്പി ഇത് പ്രീമിയം ലൈനാണ്. ഇതിന് 540 റുപ്പീസിനടുത്ത് വരും. ഇതൊക്കെ MRP ആണ്, പക്ഷേ സ്കാൽപ്പിംഗ് വില ഇതല്ല. സ്കാൽപ്പിംഗ് വില ഞാൻ മേടിച്ച് വേറെ ആൾക്ക് കൊടുക്കുമ്പോഴാണ് ഇത് സ്കാൽപ്പിംഗ് ആവുക, അപ്പോൾ അതിന് വില കൂടും. അപ്പോൾ ഇതാണ് സിൽവർ സീരീസിൽ വരുന്ന LO-R33 BCMN സ്കൈലൈൻ. സോ ഇത് കേരളത്തിൽ എവിടെയില്ല, ഇല്ല. അന്വേഷിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയും ഇല്ല, കേരളത്തിൽ എവിടെയും ഈ സാധനമില്ല. കേരളത്തിൽ എവിടെയില്ല, സൗത്ത് ഇന്ത്യയിലില്ല, ഇന്ത്യയിലില്ല. ഞാൻ ഗൂഗിളിൽ നോക്കി, ക്രോമിൽ നോക്കി, അതേപോലെ തന്നെ ഇങ്ങനെ സൈറ്റ്സിൽ ഓരോരോ നമ്മൾ റീസെൻ്റ് ചെയ്യുന്ന സൈറ്റ്സിലൊക്കെ കയറി എവിടെയും ഈ ടൈപ്പ് ഓഫ് കാർഡ് അവൈലബിൾ അല്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ പല കാർഡും അവൈലബിൾ ആണ്. സാധാ സ്കൈലൈൻ GTR ഉണ്ട്, R34, പോൾ വാക്കർ സ്കൈലൈൻ GTR ഒക്കെ അവൈലബിൾ ആണ് പല സൈറ്റ്സിലും. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ ആണ്, കേരളത്തിൽ എല്ലാവരുടെ അടുത്തുള്ളത്. പക്ഷേ ഈ കാർഡ് ഇന്ത്യയിൽ അടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സൈറ്റ്സിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സാധനമാണ് വിൽക്കാൻ, എന്നാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുള്ളൂ. പക്ഷെ നമുക്ക് ഒരു ഡീലർ മുഖേന സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം വന്നു, പക്ഷെ ഞാൻ ഇതൊക്കെ കാർഡാണ്. ഇതൊക്കെ കാർഡ് അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കാനൊരു രസമല്ല പൊട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെ കാർഡ് ചെയ്ത് ഇട്ടൊക്കെ. അപ്പോൾ ഞാൻ ആ സാധനങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരും. കാരണം അത്രക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു കാർ ഇട്ട് വെക്കുമ്പോൾ. ഭയങ്കര സന്തോഷമായിരിക്കുന്നു ഈ കാർ ഇട്ട് വെക്കുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇന്ത്യയിൽ പറയാൻ പറ്റിയ ഉച്ചക്കറിയില്ല, പക്ഷേ കേരളത്തിലും ഒറ്റ പീസ് എന്നാണ് ഡീലർ പറഞ്ഞത്. ഇത് തായ്ലൻഡാണ്, മെയ്ഡ് ഇൻ തായ്ലൻഡാണ്. ബാക്കിയുള്ളതൊക്കെ മെയ്ഡ് ഇൻ എന്താ പറയുക, മെയ്ഡ് ഇൻ മലേഷ്യ എന്നൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ മെയ്ഡ് ഇൻ തായ്ലൻഡാണ്. ഇത് മെയ്ഡ് ഇൻ തായ്ലൻഡാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടഡ് ബൈ ഓർ ഇമ്പോർട്ടഡ് പെർ മെറ്റൽ കാനഡയിലാണ് ഈ കാർഡ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് സാധാ ഹോട്ട് വീൽസിൻ്റെ ഒരു കാർഡ് പോലെ അല്ല. പ്രീമിയത്തിൻ്റെയും ഇതിൻ്റെയും മെയിലേക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ഒരു കാർഡ് നല്ല ഹെവിയാണ്. കാർ നല്ല ഹെവി ആയിട്ടാണ് തോന്നുന്നത്. കാറിന് വലിയ തട്ട് നീക്ക് പോക്കുകളൊന്നുമില്ല, ഡാമേജ് ഒന്നും ഇല്ല കാറിന്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നിസാൻ സ്കൈലൈൻ R33, അതുപോലെ തന്നെ ഡി ടോമാസ പാൻഡേര, ചെവി ഇംപാല, അതേപോലെ തന്നെ
നിസാൻ 350Z കസ്റ്റം, പോർഷൻ 9, ഇതൊക്കെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുള്ള കാറുകളാണ്. ആ കാറുകൾ ഈ സിൽവർ ലൈനിൽ, സിൽവർ സീരീസിലെ ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഈ ടൈപ്പ് ഓഫ് ഇതിൽ ഈ കാറുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ലാന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഫസ്റ്റ് അതാണ് ഈ വീഡിയോയുടെ ഭയങ്കര പ്രത്യേകത. ഈ വീഡിയോയിൽ ആരടുത്തും ഇല്ലാത്ത സാധനം, കളക്ഷൻ തുടങ്ങണമെന്നൊരു ആഗ്രഹമായിരുന്നു. ആരടുത്തും ഇല്ലാത്തൊരു സാധനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന്. അതാണ് ഞാൻ കളക്ഷൻ തുടങ്ങാൻ മെയിനായിട്ട് കാരണം. പൈസയുടെ വിഷയമൊന്നുമില്ല, ആരടുത്തും ഇല്ലാത്ത സാധനം നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതിപ്പോൾ വേറെ ആൾക്കാർക്കൊക്കെ അങ്ങനെ ചിന്ത ഉണ്ടാവും, പക്ഷേ ഇക്കുണ്ടായിരുന്നു. വേറെ നിഷാൻ സ്കൈലൈൻ GTR ഒരു 1:24 സ്കെയിലൊക്കെ മേടിക്കണമെന്നുണ്ടാവും, പക്ഷേ എനിക്ക് നല്ല റേറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് 3K സ്കാൽപ്പിംഗ് വില പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഒന്നും എഴുതിയിട്ടില്ല, MRP ഒന്നുമില്ല, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് കാറാണ്. ഇതിൻ്റെ ബാക്കിൽ ഫുൾ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷാണ്. മെയ്ഡ് ഇൻ തായ്ലാൻഡ്, മെൻഷൻ ഇൻ തായ്ലാൻഡ്, ഫാബ്രിക്കോ ഇൻ തായ്ലാൻഡ്, ഒക്കെ തായ്ലൻഡാണ്. പക്ഷെ ഇത് ഇമ്പോർട്ടഡ് ഫ്രം കാനഡയാണ്. കാനഡയിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തായ്ലൻഡ് സാധനമാണ്, പക്ഷെ കാനഡയിലാണ് നമുക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒറിജിനലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മെയ്റ്റൽ അടിയിലുണ്ട്, 3+ ഉണ്ട്, ഓപ്പീസിൻ്റെ ഇതുണ്ട്, HNR 88 ഉണ്ട്. ഇതിലും സെയിം പോലെ തന്നെയാണ് ഇതിലുള്ളത്. ഒറിജിനലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ഇതിൻ്റെ പല സെറ്റുകളും വേറെ ഉണ്ട്. ഇതാണ് സാധാ GTR ആണ്, സ്കൈലൈൻ GTR ആണ് ഈ സാധനം. ഇതൊക്കെ എല്ലാവരുടെ ഉണ്ട്. ഇതിൻ്റെ സിൽവർ സീരീസ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ എല്ലാവരുടെ ഉണ്ട്. പക്ഷെ നമ്മളിതെല്ലാം നോക്കി നമുക്ക് വേണ്ടിയിരുന്നത് ഇതായിരുന്നു. സാധനം നമ്മളെ കൈ കിട്ടി. എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഇതിൻ്റെ വേറെ ഫോട്ടോസ് എന്തായാലും ഇത് നമ്മൾ പൊട്ടിക്കൂല, അൺകാർഡ് നമ്മൾ ഒരിക്കലും ചെയ്യൂല. ഇതൊരു അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ ഓഫീസിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ സ്കാൽപ്പിംഗ് വേണ്ടിയിട്ടൊക്കെ ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഒരിക്കലും ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല. ഇതൊക്കെ നമ്മളൊരു ടൈപ്പ് ഓഫ് ആഗ്രഹങ്ങൾ നിറവേറ്റാന്നുള്ള രീതിയിൽ മേടിക്കും. ഇതൊരിക്കലും ഞാൻ പൊട്ടിക്കൂല, ഒരിക്കലും ബോക്സ് ചെയ്യാൻ പൊട്ടിക്കൂല. ഇതിന് ഞാനൊരു കേസ് പ്രൊട്ടക്ടർ മേടിക്കും, എന്നിട്ട് ഇതെടുത്തേക്കും. അത്രയ്ക്ക് സ്പെഷ്യലാണ്. 1 in കേരള, 1 in ഇന്ത്യ. 1 in ഇന്ത്യ എന്ന് പറയാൻ പറ്റി വെച്ചാൽ അറിയില്ല, പക്ഷേ 1 in കേരള, 1 in സൗത്ത് ഇന്ത്യ, ചിലപ്പോൾ 1 in ഇന്ത്യ തന്നെ ആവും. ഹിന്ദിക്കാരും ഇതൊരു അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടില്ല. മൊത്തം ചൈനീസും ജാപ്പനീസ്, പിന്നെ അതേപോലെ തായ്ലൻഡ്, മലേഷ്യക്കാരൊക്കെയാണ് ഇത് അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുള്ളത്. ഇന്ത്യൻസ് ആരും ഈ ഒരു സിൽവർ സീരീസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഈ ഒരു സ്കൈലൈൻ GTR RBC-നകത്തെടുത്തിട്ട് അൺബോക്സ് ചെയ്യുന്ന സാധനം കണ്ടിട്ടില്ല. എനിവേ അത്രേ ഉള്ളൂ. പിന്നിപ്പോൾ എന്താ, അത്ര തന്നെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.